പാർട്ടി പ്രഭു എന്താ സംസ്ഥാപരാധം കുട്ടമ്പിള്ളയെ പോലെ ഇരിക്കുന്ന? താനും എന്നെ ഊതാൻ ഇറങ്ങിയിരിക്കുകയാണോ? ഭരണം പോയാലും പാർട്ടി പ്രഭുവിന്റെ പ്രഭുത്വം പോകില്ലെന്ന് ആർക്കാ അറിയാത്ത? പണ്ടത്തെ പോലൊന്നുമല്ല. ഇലക്ഷൻ തോറ്റയിൽ പിന്നെ ആർക്കും ഒരു മതിപ്പുമില്ല. പണ്ടൊക്കെ വിളിച്ചു പറയുന്നത് കേട്ടു നിൽക്കുന്നവരുടെ ഉള്ളിൽ ഒരു പരിഹാസ ചിരിയുണ്ടെന്ന് അറിയാമായിരുന്നു. ഇപ്പൊ അത് അവന്മാരുടെ ചുണ്ടിലാ. എന്നാ ചെയ്യും? ആ പോയ ആളെ കണ്ടില്ലേ? കൊടിയും പിടിച്ച് കൂനി നടന്നവനാണ്. ഇലക്ഷൻ തോറ്റേന്റെ പിറ്റേന്ന് അയാൾ ജൻസിയായി. 19 വയസ്സുണ്ട്. പാർട്ടി പ്രഭുക്കളെ കണ്ടാലറിയാത്ത നാട്ടിൽ കിടക്കുന്ന പൊട്ടക്കൊരങ്ങവൻ. അതെ, അങ്ങനെ വിട്ട പറ്റത്തില്ല. ഞാൻ ഒന്ന് കൂട്ടി വരാം. നേതാവ് വിളിക്കുന്നു. എന്താണോ വിപ്ലവത്തിനുള്ള മുന്നൊരുക്കത്തിനൊന്നും തന്നെ ഇപ്പൊ കാണുന്നില്ലല്ലോ. ഇലക്ഷൻ തോക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷേ നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം വിപ്ലവമാണ്. അത് മറക്കരുത്. അതുകൊണ്ട് ക്യാപ്സ്യൂളുകളാൽ ആവേശഭരിതനായി സദാ സന്നദ്ധനായിരിക്കണം. വിപ്ലവം അതെപ്പോ വേണേലും പൊട്ടിപ്പുറപ്പെടാം. പ്രഭു, ഈ അതിസാരത്തിനുള്ള ക്യാപ്സൂളുണ്ടോ? അതിസാരത്തിനുള്ള ക്യാപ്സ്യൂളോ? ഇടൂ, ഒരു പാർട്ടി പ്രഭുവിനെ ബഹുമാനിക്കാൻ പഠിക്കണു. ബഹുമാനിക്കാൻ പഠിക്കും. അതിസാരം പാർട്ടി സെന്ററിൽ നിന്നാ വാർഡിൽ 8 നിലയിൽ പൊട്ടിയതിന്റെ വിശദീകരണം കൊടുക്കണം. മറുപടി തൃപ്തികരമല്ലെങ്കിൽ എന്റെ കാര്യം സ്വാഹ. ഹലോ ഹലോ, വിപ്ലവാഭിവാദ്യം, വിപ്ലവാഭിവാദ്യം. അണിയാളായി പിണിയാളായി ആട് ജീവിതം.